ദേവി ദേവി തമ്പുരാനെ തമ്പുരാനെ തമ്പുരാൻ, ഭക്തിയോടെ നമ്മൾ അർപ്പിച്ച പൊങ്കാല അമ്മ നേരിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അമ്മയുടെ ചുണ്ടുകളിൽ പൊങ്കാലയുടെ വറ്റുകൾ ഇരിക്കുന്നു. ഇത് മഹാ അത്ഭുതം തന്നെയാണ്. ദേവി ഭഗവതിയുടെ അനുഗ്രഹം തന്നെയാണ്. അമ്മേ 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 കാത്തോളേ ദേവി അമ്മേ. സർവേശ്വരി, പൊങ്കാല ഇഷ്ടമായോ രണ്ടുപേർക്കും? നല്ല രസമുണ്ട്. എങ്കിൽ ഞാനിനി പോയിക്കോട്ടെ. യോഗിനി അമ്മ എങ്ങോട്ടായി പോകുന്നത്? കുറച്ചു നേരം കൂടി ഞങ്ങളോടത്തിരിക്ക്. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ അടുത്ത് വരാലോ. ഇപ്പോൾ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ ഇപ്പൊ പൊങ്കാല കഴിഞ്ഞു കാണുമല്ലേ? കഴിഞ്ഞു, എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ശരിക്കും യോഗിനി അമ്മ ആരാ? ദൈവമാണോ? ആ, ദൈവം തന്നെ. നമുക്ക് നന്മ ചെയ്യുന്നവരൊക്കെ നമുക്ക് ദൈവങ്ങളാ. അമ്മേ, യോഗിനി അമ്മയെ കണ്ടോ? ഇല്ല. യോഗിനി അമ്മ ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ, എന്നിട്ട് കണ്ടില്ലേ? ഇല്ല മക്കളെ. ഇതൊക്കെ ആരാ ചെയ്തത്? ഞങ്ങള് ദേശമംഗലത്തമ്മയുടെ വിഗ്രഹം ഉണ്ടാക്കി അടുപ്പ് കൂട്ടി. പൊങ്കാല ഇടാൻ നോക്കിയപ്പോൾ കാറ്റു കണ്ടു തീ കത്തുന്നതേ ഇല്ല. അപ്പോ ഞങ്ങൾക്ക് സങ്കടമായി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ദേവിയെ വിളിച്ചു. അപ്പോഴാ യോഗിനി അമ്മ വന്നത്. അമ്മേ, യോഗിനി അമ്മ എങ്ങനെയാ കാറ്റ് തടഞ്ഞെന്നറിയോ? ഒറ്റ കൈയുണ്ട്. യോഗിനി അമ്മ കൈ ഉയർത്തിയതിനു ശേഷം പിന്നെ കാറ്റ് വന്നതേ ഇല്ല. പൊങ്കാലയിടാൻ പോവാൻ പറ്റാതെ കുഞ്ഞിപ്പെണ്ണിന് സങ്കടമെന്ന് എനിക്ക് തോന്നി. അതാ സാധനങ്ങളെല്ലാം എടുത്ത് ഇങ്ങോട്ട് വന്നത്. നന്നായി മോളെ. കുഞ്ഞിപ്പെണ്ണിനും എനിക്കും കിട്ടിയ ഒരു അനുഗ്രഹമാണ് മോള്. അമ്മയ്ക്ക് പൊങ്കാല വേണ്ടേ? പിന്നെ അമ്മയ്ക്ക് കൊടുക്കാതെ എങ്ങനെയാ? അമ്മ ദൈവമാണ്. എന്റെ അമ്മയും ദൈവമാണ്. എല്ലാ അമ്മമാരും ദൈവമാണ്. മോളെ 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 കുഞ്ഞിപ്പെണ്ണെ, എന്താ ഉറക്കത്തെ സ്വപ്നം കണ്ടോ? വല്ലാതങ്ങ് ചിരിക്കുന്നുണ്ടല്ലോ. ഞാൻ സ്വപ്നം കാണുകയായിരുന്നു അമ്മേ. ദേശമംഗലത്തമ്മയുടെ അമ്പലവും അവിടെ വന്ന തറവാട്ടമ്മയും എല്ലാം. എനിക്ക് ഇതിലും സന്തോഷമായ ഒരു ദിവസം ഇനിയില്ല. എന്റെ പ്രാർത്ഥന ദേവി കേട്ടല്ലോ. അതുകൊണ്ടല്ലേ എനിക്ക് ഇവിടെ നിന്ന് പൊങ്കാല കഴിക്കാൻ പറ്റിയത്. ഒക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിന്? ദേവി നമ്മളെ കൂടെ തന്നെയില്ലേ? അതല്ല മോളെ, നിന്റെ പ്രാർത്ഥനയും വിഷമമൊക്കെ ദേശമംഗലത്തമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ നീ ആ ഭക്ഷണം കഴിക്കുമ്പോ അമ്മ ചുറ്റും നോക്കിയായിരുന്നു. എല്ലാവരുടെയും കണ്ണിലും ദേഷ്യമായിരുന്നു. അവർ നമ്മളെ എന്തെങ്കിലും ചെയ്താലോ? എന്റെ ദേവി രക്ഷിക്കണേന്ന് വിളിച്ചു പറയണം. അപ്പൊ ദേവി വരും. എനിക്കിപ്പോ ഒരു പേടിയില്ല അമ്മേ. അമ്മേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? നേരം പാതിരാവായി കിടന്നുറങ്ങാനുള്ള വഴി നോക്ക്. അമ്മ ഇതൊന്ന് പറഞ്ഞതാ, എന്നിട്ട് കിടന്നുറങ്ങാം. എന്താ? ആ തറവാട്ടമ്മയില്ലേ, പൊങ്കാലിടാൻ വന്ന തറവാട്ടമ്മ. ആ തറവാട്ടമ്മയുടെ മുഖവും യോഗിനി അമ്മയുടെ മുഖവും ഒരുപോലെയല്ലേ? ആണോ? അതെ അമ്മേ, രണ്ടും ഒരുപോലെ തന്നെ. ഞാനൊരു സ്വപ്നലോകത്ത് നിൽക്കുന്നത് പോലെ നിൽക്കുകയായിരുന്നു. പേടിച്ച് കൈയും കാലും ഒക്കെ വരച്ചിട്ട് ഞാനൊന്നും നോക്കിയില്ല.
അതെങ്ങനെ അറിയാൻ പറ്റുക? യോഗിനി അമ്മ തന്നെയാണോ ആ അമ്മയെന്ന്? എനിക്കറിയില്ല. നാളെ വേദക്കുട്ടി വരുമ്പോ ചോദിക്കല്ലേ? വേദക്കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. ചോദിച്ചു. കുഞ്ഞിപ്പെണ്ണ് ചോദിച്ചാൽ വേദക്കുട്ടി എന്താ പറഞ്ഞു തരാത്തത്? ഞാൻ ചോദിക്കും. അമ്മയ്ക്കറിയാവുന്നൊരു കാര്യം അമ്മ പറയട്ടെ. എന്താ? നമ്മൾ കരയുമ്പോ ആ കരച്ചിൽ മാറ്റം വരുന്നത് ദൈവങ്ങളാ. അങ്ങനെ നോക്കുമ്പോ യോഗിനി അമ്മ ദൈവമാണ്. അമ്പലത്തിൽ കണ്ട തറവാട്ടമ്മയും ദൈവമാണ്. ദൈവങ്ങൾ അമ്പലത്തിലല്ലേ നിക്കുക? യോഗിനി അമ്മയും തറവാട്ടമ്മയും ഒക്കെ മണ്ണിലൂടെ നടക്കുകയല്ലേ? അയ്യോ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അമ്മയ്ക്കൊന്നും പറയാൻ അറിയില്ല. കൂട്ടുകാരി വരുമ്പോ ചോദിച്ചോ. ഇപ്പൊ ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങാം. ഇനിയും ഞാൻ സ്വപ്നം കാണും. ഇനി എന്നും ഞാൻ സ്വപ്നം കാണും. എന്റെ വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അമ്മയ്ക്കത് കേൾക്കാൻ കഴിഞ്ഞല്ലോ. അത് മതി. അമ്മേ, ദേശമംഗലത്തമ്മേ, എന്നെ എന്റെ അമ്മയും കാത്തോണേ, എന്റെ വേദക്കുട്ടിയും കാത്തോണേ. വാ.